ആലപ്പുഴ നഗരസഭയുടെ അത്രയും ജനസംഖ്യയുള്ള ഒരു കുഞ്ഞൻ രാജ്യം. പശ്ചിമാഫ്രിക്കയിൽ നിന്നും ആദ്യമായി ലോകകപ്പ് കളിക്കാനെത്തിയ കേപ്പ് വെർഡെ ലോകകപ്പിലെ ആദ്യ റൗണ്ടിൽ കറുത്ത കുതിരകളായി മാറി കാൽപന്ത് പ്രേമികൾക്ക് രോമാഞ്ചം സമ്മാനിക്കുകയാണ്. $140 കോടിക്ക് മുകളിൽ ജനസംഖ്യയുള്ള ഇന്ത്യയൊക്കെ ലോകകപ്പിന് യോഗ്യത നേടാതെ പുറത്തിരിക്കുമ്പോൾ 5.5 ലക്ഷത്തോളം ജനസംഖ്യയുള്ള ഒരു ദ്വീപിൽ നിന്നാണ് വിശ്വവേദിയെ വിസ്മയിപ്പിക്കാൻ അവരെത്തിയത്. ഗ്രൂപ്പ് എച്ചിൽ നിന്നും ഉറുഗ്വേയും സൗദി അറേബ്യയും ഒക്കെ പോയിന്റ് നിലയിൽ പിന്നിലാക്കി സ്പെയിനിന് പിന്നിൽ 2ാം സ്ഥാനക്കാരായി അവർ നോക്കൌട്ടിലേക്ക് മുന്നേറുമ്പോൾ പലരും കണ്ണു തള്ളിയിരിപ്പാണ്. US ലോകകപ്പിലെ കറുത്ത കുതിരകളായി മാറി ഇനിയും പല സർപ്രൈസുകളും കാണിക്കാൻ സജ്ജരാണ് കേപ്പ് വെർഡെയുടെ പോരാളികൾ. ലോകകപ്പിന്റെ ആദ്യ റൗണ്ടിൽ ഗ്രൂപ്പ് എച്ചിലെ ഏറ്റവും കരുത്തരായ സാക്ഷാൽ സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചാണ് കേപ്പ് വെർഡെ അരങ്ങേറ്റം കളറാക്കിയത്. ലോകകപ്പിലെ ആദ്യത്തെ പോയിന്റും ആ മാച്ചിലൂടെ അവർ പൊരുതി നേടിയെടുത്തു. പാറപുലർച്ച പ്രതിരോധ നിരയുടെ കരുത്തുകൊണ്ടും പ്രായം 40 പിന്നിട്ടൊരു ഗോൾ കീപ്പറുടെ അസാധ്യ സേവുകൾ കൊണ്ടും ഈ കുഞ്ഞൻ ദ്വീപ് രാജ്യം ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുകയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ 3 മത്സരങ്ങളിൽ നിന്നായി 2 ഗോളുകൾ മാത്രം വഴങ്ങിയ കേപ്പ് വെർഡെയുടെ പ്രതിരോധ കോട്ട ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും ശക്തമായതാണ്. ഈ വിശ്വകപ്പിൽ ഒരു കൊടുങ്കാറ്റിലും ആടിയുലയാത്ത കപ്പൽ പോലെയായിരുന്നു കേപ്പ് വെർഡെ ടീമിന്റെ ആകെ പ്രകടനം. സ്പെയിനെ നേരിടുമ്പോൾ അവർക്ക് ആപത്തിൽ രക്ഷകനായി ഒരു കപ്പിത്താൻ ഉണ്ടായിരുന്നു. കേപ്പ് കോട്ടയ്ക്ക് കാവലായി ഒരിക്കലും ചോരാത്ത കൈകളുമായി വൊസീനി എന്ന ചേകവർ അവരുടെ രക്ഷയ്ക്കെത്തിയിരുന്നു. കേപ്പ് വെർഡെയുടെ ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി സ്പാനിഷ് മുന്നേറ്റ നിര 23 ഷോട്ടുകളാണ് ഉതിർത്തത്. അതിൽ 8 ഷോട്ടുകൾ ഓൺ ടാർഗറ്റിലേക്കായിരുന്നു. എന്നാൽ അതെല്ലാം ഗോൾ കീപ്പർ വൊസീനിയും പ്രതിരോധ ഭടന്മാരും ചേർന്ന് ധീരമായി തന്നെ തടഞ്ഞിട്ടു. സൗദി അറേബ്യക്കെതിരായ 3ാമത്തെയും അവസാനത്തെയും ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിലും ക്ലീൻ ഷീറ്റുമായി വൊസീഞ്ഞ തിളങ്ങി. യുറുഗ്വേയോട് 2 ഗോൾ വഴങ്ങിയ മത്സരത്തിൽ അത്രയും തന്നെ ഗോളുകൾ തിരിച്ചടിച്ച് പോരാട്ട വീര്യത്തിന്റെ കാര്യത്തിൽ തങ്ങൾ ഒട്ടും പിന്നിലല്ലെന്ന് കേപ്പ് വെർഡെയുടെ മുന്നേറ്റ നിരയും ഇതിനോടകം തെളിയിച്ചിട്ടുണ്ട്. മിയാമിയിൽ നടന്ന മത്സരത്തിൽ 20ാം മിനിറ്റിൽ കെവിൻ പിനയിലൂടെ കേപ്പ് വെർഡെയാണ് ആദ്യം ലീഡ് എടുത്തത്. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യ ലോകകപ്പ് ഗോൾ കൂടിയായിരുന്നു ഇത്. എന്നാൽ 1ാം പകുതിയുടെ അവസാന നിമിഷങ്ങളിൽ യുറുഗ്വേ ശക്തമായി തിരിച്ചടിച്ചു. 43ാം മിനിറ്റിൽ മാക്സിമിലിയാനോ അരോഹോയും ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ അഗസ്റ്റിൻ കനോബിയോയും ലക്ഷ്യം കണ്ടതോടെ ആദ്യ പകുതിയിൽ ഉറുഗ്വേ 2-1 മുന്നിലെത്തിയിരുന്നു. 2ാം പകുതിയിൽ വിട്ടുകൊടുക്കാതെ പൊരുതിയ കേപ്പ് വെർഡെ 60ാം മിനിറ്റിൽ ഹീലിയോ വെരേലയിലൂടെ സമനില പിടിച്ചെടുത്തു. ഡാർവിൻ നൂനസ്, ഫെഡറിക്കോ വാൽവേർഡെ എന്നിവരടങ്ങിയ യുറുഗ്വേ സൂപ്പർ താരനിര അവസാന നിമിഷം വരെയും ഗോളിനായി പൊരുതിയെങ്കിലും ആഫ്രിക്കൻ പ്രതിരോധം അവർക്ക് മുന്നിൽ കോട്ട പോലെ ഉറച്ചു നിന്നു. ആദ്യ ലോകകപ്പ് കളിക്കുന്ന കാബോ വെർഡെ 3 സമനിലകളോടെയാണ് 2ാം റൗണ്ടിലേക്ക് വരുന്നത്. 3ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ സൗദി അറേബ്യയെ ഗോൾ രഹിത സമനിലയിൽ തളച്ചതോടെ 3 പോയിന്റുമായാണ് അവർ ഗ്രൂപ്പിൽ 2ാമതെത്തിയത്. ഈ കുഞ്ഞൻ ദ്വീപ് രാഷ്ട്രത്തെ നയിക്കുന്നത് കേവലം ഭാഗ്യമല്ല. വിദേശങ്ങളിൽ ചിതറിക്കിടക്കുന്ന തങ്ങളുടെ പ്രതിഭകളെ ഡിജിറ്റൽ യുഗത്തിന്റെ സാധ്യതകൾ വെച്ച് അവർ ഒന്നിപ്പിച്ചെടുത്ത നിശ്ചയദാർഢ്യമാണ്. ഈ പശ്ചിമാഫ്രിക്കൻ രാജ്യം തങ്ങളുടെ പ്രധാന ഡിഫൻഡറായ റോബർട്ടോ ലോപ്സിനെ ടീമിലെത്തിച്ചത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ലിങ്ക്ഡിൻ വഴിയായിരുന്നു. കേപ്പ് വെർഡിയൻ ഫുട്ബോൾ ഫെഡറേഷൻ തങ്ങളുടെ പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങളെ മറികടക്കാൻ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ പ്രവാസികളായി കഴിയുന്ന കേപ്പ് വെർഡെ വംശജരായ കളിക്കാരെ ഇന്റർനെറ്റിലൂടെ തിരയാൻ തുടങ്ങി. അങ്ങനെയാണ് 2019 അയർലൻഡിൽ ജനിച്ച പ്രമുഖ ഐറിഷ് ക്ലബ്ബ് ഷാംറോക്ക് റോവേഴ്സിന്റെ ഡിഫൻഡറായ റോബർട്ടോ ലോപ്സിനെ അവർ കണ്ടെത്തുന്നത്. കോളേജ് പഠനകാലത്ത് തുടങ്ങിയ ലിങ്ക്ഡിൻ അക്കൗണ്ടിലേക്ക് പോർച്ചുഗീസ് ഭാഷയിൽ ഒരു സന്ദേശം വന്നപ്പോൾ അത് സ്പാം സന്ദേശമാകുമെന്ന് കരുതി ലോപ്സ് അവഗണിച്ചു. 9 മാസങ്ങൾക്ക് ശേഷം അന്നത്തെ പരിശീലകൻ റൂയി അഗ്വാസ് ഇംഗ്ലീഷിൽ വീണ്ടും സന്ദേശം അയച്ചപ്പോഴാണ് ലോപ്സ് അതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. തന്റെ പിതാവിന്റെ മാതൃരാജ്യത്തിനായി അന്താരാഷ്ട്ര ഫുട്ബോൾ കളിക്കാനുള്ള ക്ഷണമായിരുന്നു അത്. ഓഫർ സ്വീകരിച്ച ലോപ്സ് ഇന്ന് കേപ്പ് വെർഡെ പ്രതിരോധത്തിന്റെ അവിഭാജ്യ ഘടകമായി ലോകകപ്പ് വേദിയിൽ എത്തി നിൽക്കുകയാണ്. ഫ്രാൻസ്, പോർച്ചുഗൽ, നെതർലൻഡ്സ്, അയർലൻഡ് എന്നിങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും ലീഗുകളിൽ നിന്നും എത്തിയ കളിക്കാരായതിനാൽ പലരും വ്യത്യസ്ത ഭാഷകളാണ് സംസാരിച്ചിരുന്നത്. എന്നാൽ ടീമിൽ ഒത്തൊരുമയും ദേശീയ വികാരവും വളർത്തിയെടുക്കാൻ കോച്ചിങ് സ്റ്റാഫ് ഒരു പ്രധാന നിയമം കൊണ്ടുവന്നു. പരിശീലന വേളകളിലും ഡ്രസ്സിംഗ് റൂമിലും കളിക്കാർ കേപ്പ് വെർഡെയുടെ ഔദ്യോഗിക പ്രാദേശിക ഭാഷയായ ക്രിയോൾ മാത്രമേ സംസാരിക്കാവൂ എന്നതായിരുന്നു ആ നിയമം. ഈ ഐക്യമാണ് ലോകകപ്പിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ 3ാമത്തെ രാജ്യമായിട്ടും അവരെ ലോകകപ്പ് എന്ന വിശ്വവേദിയിലേക്ക് എത്തിച്ചത്.
ജൂലൈ 4 പുലർച്ചെ 3:30 നടക്കുന്ന റൗണ്ട് 32-ലെ നോക്കൌട്ട് പോരാട്ടത്തിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ് കേപ്പ് വെർഡെയുടെ എതിരാളികൾ. ലോകകപ്പിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായ സാക്ഷാൽ മെസ്സിയുടെ പടയോട്ടത്തിനും തടയിടാൻ ബോസീഞ്ഞയ്ക്കും കൂട്ടർക്കും കഴിയുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി തോറ്റാലും അവർക്ക് തലയുയർത്തി തന്നെ മടങ്ങാം.